ഹലോ ഗായ്സ്, ഇന്ന് റാവുത്തർ ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് പൊട്ടി വന്ന ശേഷം വലിയുള്ളി മുറിച്ചതും പച്ചമുളകും ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ചുവന്നുള്ളി പേസ്റ്റ്, ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി മുറിച്ച് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വന്ന ശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടിയും പട്ടഗ്രാമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു 2-3 വിസിലിട്ടിട്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്താണ്. അപ്പോൾ ആ വെന്ത് വന്നിട്ടുള്ള ബീഫും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രം അരിക്ക് 1.5 പാത്രം എന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മൾ അരി ആ ടൈം ആയപ്പോൾ കഴുകി ഒന്ന് വെള്ളം വാരിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ വെള്ളം പിടിപ്പിച്ചിട്ടുള്ള അരി നമുക്ക് ജീരകശാല അരിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തെടുക്കുക. അപ്പോൾ ഈ വെള്ളം വറ്റി വന്ന സമയത്ത് നമ്മളൊരു ഹാഫ് ലെമൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി പരസ്പരം ഒന്നോടൊന്നും ഒട്ടാതിരിക്കാനാണ്. അപ്പോൾ ഇതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അവസാനമായിട്ട് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കിയിട്ട് നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം ഒരു 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ദമ്മിലും കൂടി ഇരിക്കുമ്പോൾ ഫുള്ളായിട്ട് കുക്കാവും. എല്ലാം ലെവലാക്കിയിട്ട് ഒരു തട്ടിട്ട് അടച്ചിട്ട് നമ്മൾ കുറച്ച് കനൽ കൂടി വാരി കൊട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് തുറന്നെടുക്കുക. അപ്പോൾ ഇതാ ബിരിയാണി സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ള റാവുത്തർ ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.